ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖാണോ? എന്ത് പറയുന്നു? അപ്പം മുത്തുമണീസുകളെ കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇടയിൽ കുറേ ലൈവുകളൊക്കെ വന്ന് പിന്നെ ആ ലൈവും വരാതെ ആയി. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് യൂട്യൂബിൽ ലിങ്ക് വരാത്ത, എന്ത് പറ്റി, എന്താ സംഭവിച്ചത്, എന്താണ് നിർത്തിയോ നിർത്തിപ്പോയോ എന്നൊക്കെ. അപ്പം നിർത്തിയിട്ടും പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്താ പറയുക, കുറച്ച് കുറച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാലൊക്കെ നിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ പ്രശ്നം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. പ്രശ്നമൊന്നുമല്ല, എന്താ പറയുക, എനിക്ക് മൂടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിർത്തി വെച്ചു എന്ന് പറയാം. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഇവിടെ ഒറ്റപ്പെട്ടു. അപ്പോൾ നമ്മൾ വീണ്ടും യൂട്യൂബിൽ വരാൻ വിചാരിച്ചു. എന്താ പറയുക, നിങ്ങളൊക്കെ കാണാനും നിങ്ങളൊക്കെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ കേൾക്കാനും അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എന്താ പറയുക, നാട്ടിൽ നിന്ന് എന്തായാലും കയറി വീണ്ടും ഇതാ റിയാദിലെത്തി, മലാസിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി കൂട്ടുകാർ എന്താണ് സങ്കടപ്പെടരുത് കാര്യങ്ങൾ എന്നൊക്കെ പറയാം. സങ്കടപ്പെടേണ്ട സമയത്ത് സങ്കടപ്പെടണോ, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം. പിന്നെന്തുവാ, ഒരുപാട് കൂട്ടുകാർ കുറേ എന്താണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാനൊരു ഉത്തരം തരുന്നുണ്ട്. എന്തായാലും റമദാൻ കഴിയട്ടെ. കുറേ പേരെൻ്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ആൻസറായിട്ട് ഞാൻ റമദാൻ കഴിയട്ടെ. ഇപ്പം എന്തായാലും ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? ഇവിടെ ഇപ്പം എന്തുവാ, ഇവിടെ ജോലി ആയോ ചോദിച്ചാൽ ആയിട്ടില്ല. നമ്മുടെ സ്റ്റിച്ചിങ്ങിന് തന്നെ നോക്കണത്. മാക്സിമം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഒതുങ്ങി കൂടണം എന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ പോലെ തന്നെ നോക്കിയേക്കട്ടെ ഏതാണ് പറ്റുക, ഏതാണ്. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ നമ്മളാൽ കഴിയുന്ന ജോലി എന്താണോ അതൊക്കെ ഇവിടെ നാട്ടിൽ വന്നിട്ട് ചെയ്തൂടെ, നാട്ടിൽ നിന്ന് മക്കളെ കൂടെ നിന്നൂടെ എന്നൊക്കെ. നാട്ടിൽ നന്നിരുന്നു, നോക്കിയിരുന്നു, അതൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടാണല്ലോ അവിടെ ഒന്നും നടക്കാത്തതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത്. അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനും നല്ലത് പറഞ്ഞു തരാനും ചീത്ത പറഞ്ഞു തരാനൊക്കെ ആളുകളുണ്ട്. ഏതായാലും മാഷാ അല്ലാഹ്. പിന്നെന്താ പറയുക, വേറെപ്പം എന്തുവാ, പിന്നെ മോൻ്റെ കാര്യത്തിൽ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഇനി 6 മാസം കഴിഞ്ഞിട്ട് സർജറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഫെബ്രുവരിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഗസ്റ്റിലായിരിക്കും ഇനി അവൻ്റെ സർജറി. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനും കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്കിനി വിസ എന്തായാലും 5 മാസം കൂടെ ഉള്ളൂ. 5 മാസം കൂടെ ഇവിടെ നിൽക്കണം. പിന്നെ നാട്ടിൽ പോയി മോൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ആയുസ് വരവൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് തിരിച്ച് വരണം. എന്താ വീട്ടിൽ മക്കളൊക്കെ ഉഷാറായിരിക്കണം, കുഴപ്പമൊന്നുമില്ല. രണ്ടാളും പബ്ലിക് എക്സാമാണ്. അതിൻ്റെയൊക്കെ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെ എവിടേക്ക് എത്തുകയെന്നൊന്നും അറിയൂല. മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, തച്ച് പഠിപ്പിക്കണ്ടേ അല്ലെങ്കിൽ തല്ലി പഠിപ്പിക്കണ്ടെന്നും ഇതല്ലല്ലോ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പഠിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം വേണം, അതില്ല എന്നുണ്ടെങ്കിൽ മെച്ചീനെ പോലെ ആവും എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർ മാക്സിമം അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, പിന്നെതാ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ വീടും കാര്യമാണ് കേട്ടോ. കുറേ ഇനി നേരാക്കാനുണ്ട്. മെഷീന് കട്ട് ചെയ്യാൻ ഒരു ബോർഡ് കിട്ടണം. അപ്പോൾ ഇവിടെ സെറ്റാക്കാണ്ട്. അപ്പോൾ ചെറിയൊരു കിച്ചണുണ്ട്, അതൊന്ന് ശരിയാക്കട്ടെ. ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അങ്ങനെ കൊടുന്നിട്ട പാടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ദിവസമായി എന്താ പറയുക യൂട്യൂബിൽ വന്നിട്ട്. യൂട്യൂബത്തെ എന്താ
കാര്യങ്ങളൊക്കെ അങ്ങനെ അവതാളത്തിലായി കിടക്കുകയാണ്. നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുക വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. അല്ല, ഞാൻ 2 മാസമായിട്ടുണ്ടാവും ശരിക്കും പോലെ വീഡിയോ ഇട്ടിട്ട് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മാക്സിമം നിങ്ങളുടെയൊക്കെ മുന്നിൽ നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചെറ്റക്കുടിയിലുള്ള വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഞാനൊരു കുഞ്ഞൊരു കട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതിലിരിക്കുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് വൈകാതെ എല്ലാ വിവരങ്ങളും നിങ്ങളിലെത്തിക്കുന്നതാണ്. പിന്നെ എന്തുവാ, വേറെ എന്തുവാ, നീ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും യൂട്യൂബിൽ, എന്താ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി തരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വേറെ കുറച്ച് ആൾക്കാർക്ക് റമദാൻ കഴിഞ്ഞിട്ടൊരു മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഞാനിടാം. അപ്പോൾ എന്തോ ഐഡിയ അല്ല. അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ വൈകാതെ വിവരങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. വേറെ എന്തുണ്ട്, വേറെ നിങ്ങൾ പറയും, നിങ്ങൾ ചോദിക്കും, അപ്പോൾ പറയാം. താടിക്കും കൈ കൊടുത്ത് കുത്തിരിക്കുകയാണല്ലേ. താടി എപ്പോഴാന്നാവോ കുത്തി പൊടിച്ചാട്. ഏത് നേരം എൻ്റെ അടുത്ത് എല്ലാവരും പറയും താടിക്ക് കൈ കൊടുക്കരുത്. എനിക്കച്ചെങ്കിൽ താടിക്ക് കൈ കൊടുത്ത ഒരു മുട്ട എപ്പോഴും ഇങ്ങനെ വേണം. അപ്പോൾ എന്താ പറയുക, കുളി കഴിഞ്ഞിട്ട് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ശരി എന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.